ഹായ് നമസ്കാരം, എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം. പെരുമഴക്കാലം വരവായി വന്നു, കീഴടക്കി. നോക്കിയാട്ടെ നമ്മുടെ നാട്ടിലെ വയലുകളാണ്. പണ്ടത്തെ വയലൊന്നുമില്ല ഇപ്പം നമ്മളെ നാട്ടിൽ, എല്ലാം കഷ്ണമായിട്ടാണ്. അതുകൊണ്ടാണ് വെള്ളപ്പൊക്കം വരുന്നത്. ആണല്ലോ, വെള്ളം കയറി വെള്ളം പോകാനുള്ള സ്ഥലമില്ല, കുറുകെ റോഡായി. തെങ്ങുകൾ, കവുങ്ങുകൾ, മരങ്ങൾ എല്ലാം നട്ടു. കൃഷിയിടൊന്നുമില്ല, നെല്ലും കതിരും ഒന്നുമില്ല. ആ കാലഘട്ടമെല്ലാം പോയി. പണ്ട് ഓണക്കാലത്ത് നെൽക്കതിറിൽ എല്ലാം പറിക്കാൻ വേണ്ടി വരുന്നതായിരുന്നു ഈ വയലുകളിൽ. ഇപ്പോൾ ഒന്നുമില്ല, കൃഷിയുമില്ല, ഒന്നുമില്ല. കാട് പിടിച്ച് കിടക്കുന്നു, വെള്ളം കയറി കിടക്കുന്നു, വെള്ളം പോകാൻ സ്ഥലമില്ല, വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു. ഇതൊക്കെയാണ് ഈ നാടിൻ്റെ ഗ്രാമഭംഗി എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നോക്കിയിരിക്കും. ഇത് രാവിലത്തെ ഞാൻ വണ്ടിയെടുത്ത് കിടക്കുന്നതിൻ്റെ പുറപ്പെടുന്നതിൻ്റെ ആ സമയത്തുള്ള വീഡിയോ ആണ് ഈ കാണുന്നത്. അതിനുശേഷം ടൗണിലെത്തി, നഗരത്തിലെത്തിയതിന് ശേഷം ഉള്ള കാഴ്ച. എല്ലാവരും ജോലിക്കും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പോകാൻ വേണ്ടി തിരക്ക് പിടിച്ച് യാത്രയിലാണ്, ബസ്സിലും ഓട്ടോയിലും എല്ലാം. ചില വിഭാഗം ആൾക്കാരുണ്ട്, ഉളുപ്പും മാനവും ഉരിമിയും കൽപ്പിക്കാത്ത, ഒരു പണിക്കും തുരത്തിനും പോകാത്ത, ചടഞ്ഞു കൂടിയിരിക്കുന്ന കുറേ ആണുങ്ങളുണ്ട്. നാണവും മാനവും ഉളുപ്പുമില്ലാത്ത. അവർക്കൊന്നും ഇതൊന്നും വിഷയമല്ല. രാവിലത്തെ കാഴ്ചകളെന്ന് പറഞ്ഞാൽ തിരക്ക് പിടിച്ച ജീവിതങ്ങൾ, ജോലിയും പല ആവശ്യങ്ങൾക്ക് പോകുന്നതും ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവരെല്ലാം നമ്മൾ മാനിക്കണം അല്ലേ? ശരിക്കും പറഞ്ഞാൽ എത്ര പേര് പലതരത്തിലുള്ള ജോലികൾ തേടുന്നുണ്ട്. ലോട്ടറി വിൽപ്പന മുതൽ തുടങ്ങി എല്ലാ മേഖലയിലും ജോലിക്ക് പോകുന്ന ആൾക്കാരായിരിക്കും രാവിലെ തിരക്കിനും ബസ്സിനും ഓട്ടോനും മറ്റ് വാഹനങ്ങളിലായിട്ടെല്ലാം പോകുന്നവർ. അതുപോലെ തന്നെ ഈ മഴക്ക്, പെരും മഴക്കല്ല, ഒരു ഉളുപ്പും മാനവും ഉരിമിയോ നാണവും മാനവും ഇല്ലാതെ നിൽക്കുന്ന ഒരുപാട് ആണുങ്ങളുണ്ട്. അവരെ ഞാൻ പറയുന്നത്, അവരിലൊന്നും ചിന്തിക്കണം. നമുക്ക് ഉള്ള പണി നമ്മൾ എടുക്കാനാണ് ശ്രമിക്കേണ്ടത്. അഥവാ പണിയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഒരു നാലാളെ മുമ്പിൽ പുറത്തിറങ്ങി വർത്തമാനം പറഞ്ഞ്, അതൊക്കെയാണ് ഒരു അന്തസ്സ് ആണിനും ചേർന്നത്. അതും ഇല്ലാണ്ട് ഉളുപ്പും മാനവും ഉരിമിയും ഒന്നും കൽപ്പിക്കാണ്ട് ഈ പണിക്കും തുരത്തിന് പോകാണ്ട് എത്രയോ ആണുങ്ങളുണ്ട്. അതിൽ മോശം പ്രവർത്തനമാണ്. എല്ലാവരും ജോലിക്ക് പോവുക, കഴിയുന്ന ജോലി എടുക്കുക, കഴിയുന്ന ജോലിക്ക് പോകുക. അതിലെ ആ ഒരു അന്തസ്സ് എത്രയോ കിട്ടുന്നു. തുച്ഛമായ വരുമാനമെങ്കിലും അതിനൊരു അന്തസ്സുണ്ട്. വേറെ വരുമാനം ഉണ്ടെങ്കിലും ഓക്കെ, കഴിയുന്ന ജോലി എടുക്കണം. അതാണ് അതിൻ്റെ മര്യാദയും ഗുണവും ആണുങ്ങൾക്ക് പറഞ്ഞത്. അങ്ങനെ ഇരിക്കുന്ന ഞാൻ ഈ കാഴ്ചകളെല്ലാം കണ്ട് ആ രാവിലത്തെ ഭയങ്കര മഴയാണ്, നിന്ന് നല്ല മഴയായിരുന്നു. അപ്പോൾ എത്ര പേര് ബുദ്ധിമുട്ടുണ്ട്. ഞാനിങ്ങനെ ചിന്തിച്ചു, ബസ്സിലെല്ലാം തിങ്ങി നിറഞ്ഞ്, ഓട്ടോറിക്ഷ കിട്ടാനില്ല, ഓട്ടോറിക്ഷയും ഭയങ്കര തിരക്ക്, ജോലി യാത്രക്കാരുണ്ട്. അപ്പോൾ എല്ലാവരും മഴയും കാര്യങ്ങളിലായിട്ട് പോകേണ്ടടുത്ത് പോകണം. ഹോസ്പിറ്റലിൽ പോകേണ്ടവരുണ്ടാവും, മറ്റ് പല ആവശ്യങ്ങൾക്ക് പോകുന്നവരുണ്ടാവും. എല്ലാ തരത്തിലുള്ള ആൾക്കാർ ജോലി നേരം വൈകിട്ട് ഓടിപ്പോകുന്നു, ബസ് പിടിക്കുന്നു, ഓട്ടോ പിടിക്കുന്നു, അതിൻ്റെ തിരക്ക്, പെരുമഴ. ഇതൊക്കെ രാവിലെ എണീച്ച് വീട്ടിലെ ജോലികൾ, സ്ത്രീകളടക്കം ജോലിക്ക് പോകുന്നു. വേറെ വഴിയില്ലാത്ത കൊണ്ടായിരിക്കും സ്ത്രീകളടക്കം ജോലിക്ക് പോകുന്നുണ്ടാവുക, ജീവിക്കണ്ടേ. ഭർത്താവ് ചിലപ്പം ഈ പറഞ്ഞ പോലത്തെ ആയിരിക്കും. എല്ലാവരെയും ഞാൻ പറയില്ല, ചില ആൾക്കാർ. അങ്ങനെ ഉള്ള കാഴ്ചകളാണ് രാവിലത്തെ പ്രഭാതത്തിൽ കാണുന്നത് കേട്ടോ. അതാ നോക്കൂ, ഈ കാഴ്ച, ബസ്സുകൾ, വാഹനങ്ങൾ, പ്രഭാത കാഴ്ച എന്ന മഴക്കാലം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു നൊസ്റ്റാൾജിയ ഫീൽ വരുന്നതാണ്. അപ്പം ഈ മടിയന്മാർക്ക് ചുരുണ്ടുകൂടി കിടക്കുന്നതിന് നല്ല സുഖവും കാര്യമായിരിക്കും. പക്ഷേ ജോലിക്ക് വന്നെന്ന കഷ്ടപ്പെടുന്ന ആൾക്കാർ, അവർ അതൊന്നും വകവയ്ക്കാതെ, ആ സുഖങ്ങൾ വകവയ്ക്കാതെ അവർ പ്രഭാതത്തിൽ ഇറങ്ങും ജോലിയെടുക്കാൻ. പല ജോലിക്കും പോകും അല്ലേ? ഈ പറയുന്ന പോലെ മടിയന്മാർ ഏതൊക്കെയും കൂടി കിടക്കും. അവർക്ക് ഉളുപ്പുമില്ല, മുരിമില്ല, നാണമില്ല. അയൽവക്കം കണ്ടാലും പ്രശ്നമില്ല, നാട്ടുകാരും കണ്ടാലും പ്രശ്നമില്ല, ആര് കണ്ടാലും പ്രശ്നമില്ല എന്നുള്ള ചിന്താഗതിയുള്ള മനുഷ്യർ ഒരുപാടുണ്ട്. ഇല്ല എന്ന് പറയാൻ പറ്റില്ല, ഒരുപാടുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അവർക്കെല്ലാം നല്ല ബോധം വരട്ടെ. എന്തെങ്കിലും ഒരു ജോലി, സെക്യൂരിറ്റി ജോലി അല്ലെ, മറ്റുള്ള എന്തൊക്കെ ജോലിയുണ്ടോ അല്ലേ, ചെറിയ ജോലികളിൽ പോവുക, എന്ത് സന്തോഷകരമായിരിക്കും അറിയുമോ അവരുടെ മൈൻഡ്. അതല്ലെങ്കിൽ വീട്ടിൽ തന്നെ ചടഞ്ഞുകൂടി ഇരിക്കുന്നതെങ്കിൽ അവരെ മൈൻഡ്, മാനസികാവസ്ഥ ചുരുക്കി പോകും. വിവരം ഒട്ടും തന്നെ ഇല്ലാതായി പോകും. അവരെ ആ പൊട്ടക്കിണറ്റിലെ തവളകളെ പോലെയായിരിക്കും അവരെ ചിന്തയും ബോധവും മനസ്സും. കാരണം ഒരു വിവരവും ഉണ്ടാവില്ല. അങ്ങനെ ആ കാഴ്ചകളെല്ലാം കണ്ട് വേറെ ഒരു ജംഗ്ഷനിലെത്തി.
ആ ജംഗ്ഷനിൽ മഴ എല്ലാം മാറി നിന്നപ്പോൾ തിരക്കും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ഈ ജംഗ്ഷനിൽ നിന്ന് ഓരോ ഭാഗത്തേക്ക് ബസ്, ഓട്ടോറിക്ഷകൾ, കാറുകൾ, സ്കൂട്ടറുകൾ എല്ലാം പോകുന്നുണ്ട്. ശാന്തസുന്ദരമായിട്ട് ഒഴുകുന്നുണ്ട്. മഴയെല്ലാം മാറി നിന്നു. പല ആൾക്കാരും പല ഭാഗത്തേക്ക് പോകുന്നുണ്ട്. എന്ത് സുന്ദരമായ കാഴ്ചയാണെന്നറിയാമോ? അതെ, വളരെ വളരെ സുന്ദരമായ കാഴ്ചയാണ് ഈ കാഴ്ച. ശാന്തമായിട്ട് ഒഴുകുന്നുണ്ട് വാഹനങ്ങളും. പക്ഷേ ചില സമയങ്ങളിലാണ് ഈ വാഹനത്തിന് സ്പീഡ് കൂടുക. അത് ഓരോ മാനസികാവസ്ഥയുടെ അവസ്ഥയായിരിക്കും സ്പീഡ് കൂടാനുള്ള കാരണം. അതുകൊണ്ട് പതുക്കെ വാഹനങ്ങൾ ഓടിക്കുക. ഈ വീഡിയോ എല്ലാവരും ഒന്ന് കാണുമെന്ന് ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്കും എത്തിക്കുക. നമ്മുടെ കാഴ്ചകൾ എൻ്റെ ജീവിതമെന്ന യൂട്യൂബ് ചാനൽ എല്ലാവരിലേക്കും എത്തിക്കുക. അപ്പം ഞാൻ പറഞ്ഞതുപോലെ മടിയന്മാർ മല ചുമക്കും അല്ലേ? അതുകൊണ്ട് മടിച്ചു നിൽക്കരുത്, ജോലിക്ക് പോകുക. എത്ര വർഷം എടുത്തിട്ട് നിങ്ങൾ പുറത്ത് പോകുന്നില്ലേ, പിന്നെ അവരെ പറഞ്ഞ് നന്നാക്കാൻ പറ്റത്തില്ല. മടിയന്മാർ തന്നെയാണ്. അപ്പോൾ അവരെ എന്ത് പറഞ്ഞാലും ഇനി നന്നാക്കാൻ പറ്റത്തില്ല. അവരെ വഴിക്ക് വിടുക, അത്രമാത്രമേ ഉള്ളൂ അല്ലേ? നമുക്ക് അതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അവരെയും പറഞ്ഞ് പിടിച്ച് വലിച്ച് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ ജോലിക്കൊന്നും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.